ബംഗളൂരുവിലെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. അധ്യാപകനും ഹോസ്റ്റൽ വാർഡനുമായ സന്ദീപ് പാണ്ഡെ ആദിത്യനെ ഉപദ്രവിച്ചിരുന്നതായി സഹപാഠികൾ ആരോപിക്കുന്നു. ആദിത്യന്റെ സഹപാഠികളുടെ ശബ്ദ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു. ബംഗളൂരു ബൊമ്മസാൻഡ്ര DTL സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജിലെ 2ാം വർഷ BSSC വിദ്യാർത്ഥിയും അരുവിക്കര സ്വദേശിയുമായ 19-കാരൻ ആദിത്യന്റെ ദുരൂഹ മരണത്തിന് പിന്നാലെ ആരോപണ വിധേയനായ അധ്യാപകനും ഹോസ്റ്റൽ വാർഡനുമായ സന്ദീപ് പാണ്ഡെക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. സന്ദീപ് പാണ്ഡെ ആദിത്യനെ ഉപദ്രവിച്ചിരുന്നതായാണ് സഹപാഠിയുടെ ശബ്ദ സന്ദേശത്തിലുള്ളത്. അല്ലാതെ ഒരു വഴിയില്ല. ആ പയ്യനെ നമുക്കും അറിയാവുന്ന അവനിങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവനല്ല. സന്ദീപ് അവൻ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ചെന്നൊക്കെ ഞാനും അറിഞ്ഞ്. ഉപദ്രവിച്ചെന്നും ഹർഷൻ എന്തൊക്കെയോ ഇല്ലാത്ത കഥകൾ അയാളെ തലയിൽ വെച്ച് കൊടുത്തു, എന്തൊക്കെയോ ഇഷ്യൂ ആക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ആദിത്യനെ കുറിച്ച് അറിയാമെന്നും ലഹരി ഉപയോഗിക്കുന്ന ആളല്ലെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ആളുടെ പേരിൽ കഞ്ചാവ് കേസിട്ട് കൊടുത്ത് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നാട്ടിൽ പോവാ, ആ രീതിക്ക് അയാൾ സംസാരിച്ച്. അവനാ പയ്യനെ അങ്ങനെയാ ടോർച്ചർ ചെയ്ത്, ഇവിടെ നിൽക്കണ്ട. അത് മാത്രമല്ല, ഇല്ലാത്ത കുറെ കേസ് എന്തോ ബാങ്കോ പിന്നെ ആശിഷോ എന്തൊക്കെ ഉപയോഗിച്ചെന്ന് എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി അയാള്. ആ പയ്യൻ അല്ല എന്ന് പറഞ്ഞിട്ടും അവർ വിട്ടില്ല. അയാൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ അത് ഉപയോഗിച്ചു, നീയാണ് പ്രശ്നം, അതാണ് ഇതാണെന്നൊക്കെ. ആ സന്ദീപ് ഇവിടുത്തെ സാറാണ്. അത് മാത്രമല്ല, വോയിസ് ഹോസ്റ്റലിന്റെ വാർഡനുമാണ്. അതേസമയം ആദിത്യന്റെ മൃതദേഹം ബംഗളൂരുവിലെ നഴ്സിംഗ് കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കാത്തതിലും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ആദിത്യന്റെ കുടുംബത്തിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.